2 ഡേയ്സിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ടൈം ടേബിൾ, ഫുൾ യൂണിറ്റ്സ് വെച്ചൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരുന്നു. അതിൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാൻ വയ്യാത്ത, അതായത് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ആദ്യം തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടും അഡ്വൈസ് ചെയ്യുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാ ചാപ്റ്ററും ഒരുപോലെയല്ല നമുക്ക് മനസ്സിലാകുന്നതും, നമുക്ക് എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതും ഒരുപോലെയല്ല. ചില ചാപ്റ്റർ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതായിരിക്കും, പക്ഷെ ചില ചാപ്റ്റർ എത്ര പഠിച്ചാലും കുറച്ച് ആലോചിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് റിവൈസ് ചെയ്ത് തുടങ്ങി. മനസ്സിലായില്ല? അപ്പം ടൈം ടേബിൾ അങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഫുൾ യൂണിറ്റ് ഒന്നും നമുക്കൊരു മോഡൽ എക്സാമിന് മുന്നേ പഠിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ റോബോട്ട്സ് ഒന്നും അല്ലല്ലോ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം റിവിഷന് വേണ്ടിയിട്ട് എനിക്ക് ടഫായിട്ടുള്ള ചാപ്റ്റർ ആദ്യം ഇട്ടു. അപ്പം ഇപ്പം ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ മോഡൽ എക്സാമിന് മുമ്പ് ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കും, പ്ലസ് ഫുൾ യൂണിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. റിവിഷൻ മാത്രം ചെയ്ത് പോരുത്, നമ്മൾ തിയറി ഇങ്ങനെ വായിച്ച് പോരുത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം തിയറി വായിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള ടൈമാണ്. അപ്പം നിങ്ങളിപ്പം റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ചിലപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, നിങ്ങൾ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് ഫിസിക്സിലെ റേ ഓപ്റ്റിക്സ്, വേ ഓപ്റ്റിക്സ് അങ്ങനെയുള്ള കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ എടുക്കുക, അത് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പ്ലസ് ബയോളജി കൂടെ ഉണ്ട്. അപ്പം എന്താ, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് ഒന്നല്ലെങ്കിൽ 2 ഫുൾ യൂണിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു മോഡൽ എക്സാമിന് മുമ്പ് ചെയ്ത് തീർക്കണം. ഞാൻ പറയുന്നത് എല്ലാ